അപ്പോൾ വൺ ടൈം ഡെന്റിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലെ 4ാമത്തെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. കഴിഞ്ഞ 3 വീഡിയോ കണ്ടതിന് ശേഷമേ ഈ 4ാമത്തെ വീഡിയോ നിങ്ങൾ കാണാവൂ, എങ്കിലേ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഗ്രഹിക്കാൻ സാധിക്കൂ. യെസ്, മൈ 4th വീഡിയോ. ഈ 4th വീഡിയോ ഞാൻ പറയുന്നത് ആ കൺസെപ്റ്റിനോട് ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഈ 5 ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് ചിന്തിച്ചാൽ എന്താണ് വൺ ടൈം ഡെന്റിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഒരു കണ്ടീഷൻ, കഴിഞ്ഞ 3 വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ചോദ്യത്തിലോട്ട് പോവാം. എന്തുകൊണ്ട് ആഫ്രിക്കൻസിനും അതേപോലെ ആദിവാസികൾക്കും പല്ലുകൾക്ക് കംപ്ലൈന്റ് വരുന്നില്ല? ഒന്ന് അവരുടെ സ്കിന്നിന്റെ കളറാണ്, രണ്ടാമത്തത് അവരുടെ ഹെറിഡിറ്ററി ഫാക്ടറാണ്, അവരുടെ കോണ്ടിനെന്റൽ ബേസ്ഡ് ആണ്. ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അവരുടെ ക്ലൈമറ്റും അവരുടെ ജനറ്റിക്കലായി ബന്ധപ്പെട്ട കാര്യമാണ്, മറ്റൊന്നുമല്ല. അവർ കഴിക്കുന്ന ഫുഡ് റോ ഫുഡുകളാണ്. അതാണ് എൻ്റെ കാരണം. രണ്ടാമത്തെ ചോദ്യം, ചികിത്സാ രംഗത്ത് നമുക്ക് 5 കാറ്റഗറി ഉണ്ട്. ഈ 4 കാറ്റഗറികളിൽ ആദ്യത്തെ കാറ്റഗറികളാണ് ജനറൽ, രണ്ടാമത്തതാണ് സ്പെഷ്യൽ, മൂന്നാമത്തതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി, 4ാമത്തതാണ് നാനോ സ്പെഷ്യാലിറ്റി. എൻ്റെ ചോദ്യം, ഈ എല്ലാ സ്പെഷ്യാലിറ്റികളും നമുക്ക് എല്ലായ്പ്പോഴും ഗുണം ചെയ്യുന്നതാണോ അല്ലയോ? 90% ഉത്തരം യെസ് ആണെങ്കിൽ 10% ഉത്തരം നോ ആണ്. അപ്പൊ എൻ്റെ ചോദ്യവും ഉത്തരങ്ങളും മനസ്സിലാക്കുക. മൂന്നാമത്തെ ചോദ്യം, നമുക്ക് ജീവിതത്തിലും ചികിത്സയിലും എല്ലാ രംഗത്തും ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ധൂർത്ത്, ഈ 4 കാര്യങ്ങളുമുണ്ട്. അത് ചികിത്സാ രംഗത്തും ഇല്ലേ? എല്ലാ രംഗത്തും ഉണ്ട്. അപ്പോ ഈ അളവുകോല് എല്ലായ്പ്പോഴും ശാസ്ത്രത്തിൽ ചികിത്സാ രംഗത്ത് ഒരാൾക്ക് ഗുണം ചെയ്യുന്നുണ്ടോ? യെസ് എന്നാണ് ഉത്തരമെങ്കിൽ അത് സംബന്ധമായ പേഴ്സ്പെക്റ്റീവ്സിൽ നമ്മൾ വിലയിരുത്തണം. നോ എന്ന ഉത്തരമാണെങ്കിൽ അത് സംബന്ധമായ കാഴ്ചകളിൽ, അത് സംബന്ധമായ കാഴ്ചപ്പാട് നമ്മൾ വിലയിരുത്തണം. ഉത്തരം നോ അല്ല, യെസും അല്ല എന്നുള്ളതാണ് പരമാർത്ഥം. രണ്ടിലും നമ്മൾ വിലയിരുത്തണം. ഇനി എൻ്റെ 4ാമത്തെ ചോദ്യം, ആരോഗ്യം ബിസിനസ്സായി നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ആരോഗ്യം ബിസിനസ്സായി നമ്മൾ അംഗീകരിക്കുന്നു എങ്കിൽ ഒരു ബിസിനസിന്റെ ആകെ ഉദ്ദേശം എന്താണ്? ലാഭമാണ്, അല്ലേ? എല്ലാവരും ബിസിനസ് ചെയ്യുന്നത് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ലാഭം കിട്ടുമെങ്കിൽ അത് കേവല ലാഭമാവാം, കൂടുതൽ ലാഭമാവാം, ചെറിയ ലാഭമാവാം. അപ്പൊ പൂർണ്ണമായും ബിസിനസ്സിനെ, പൂർണ്ണമായും നമ്മൾ ചികിത്സാ രംഗത്തിനെ, ആരോഗ്യ രംഗത്തിനെ നമ്മൾ ബിസിനസ്സായി കൺവേർട്ട് ചെയ്താൽ എല്ലായ്പ്പോഴും എത്തിക്സ് നമുക്ക് പാലിക്കാൻ സാധിക്കുമോ? ഉത്തരം നിങ്ങൾ പറയണം, യെസ് ഓർ നോ. അപ്പോൾ ബിസിനസ്സിനെ പൂർണ്ണമായും ബിസിനസ് കാറ്റഗറി ലെവലിൽ നമ്മൾ ഒരിക്കലും എന്തിനെ അംഗീകരിക്കാൻ പാടില്ല? ആരോഗ്യ മേഖലയെ അംഗീകരിക്കാൻ പാടില്ല. അവിടെ എന്ത് സംഭവിക്കും? ചികിത്സാ പിഴവുകൾ സംഭവിക്കും. നമ്മൾ എത്തിക്സ് എന്ന് പറയുന്ന അളവുകോല് വെച്ചത് നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും ദാറ്റ് വിൽ ബി പ്രോപ്പർ. കാരണം ചികിത്സാ രംഗം അത്ര വൈവിധ്യമാണ്. ഓൾവേസ് ദർ ഈസ് എ പോസിബിലിറ്റി എന്ന് വെച്ച് നമ്മൾ എല്ലാത്തിനെയും ലാഭത്തിന് വേണ്ടി, പ്രോഫിറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ബിസിനസ് ആക്കാൻ പാടില്ല. ഇനി ആക്കിയാൽ അത് നമ്മളെല്ലാവരും കുടുങ്ങുമെന്നുള്ളതാണ്. അതിനകത്ത് ഹെൽത്ത് പ്രൊഫഷണൽസ് ആയിട്ട് മാത്രം മാറി നിൽക്കാൻ കഴിയില്ല, എല്ലാവരും പെടും. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ആരോഗ്യരംഗത്ത് എന്താക്കാൻ പാടില്ല? ബിസിനസ് ആക്കാൻ പാടില്ല. ബിസിനസ് ഓറിയന്റഡ് ആയ ആരോഗ്യ മേഖല ദോഷം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇനി എൻ്റെ 5ാമത്തെ ചോദ്യം, ഒരു ഡോക്ടർ
അത്യാവശ്യമായി ഒരു രോഗിക്ക് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ അത് മുൻകൂട്ടി കണ്ട് അതിന് ചികിത്സ നിശ്ചയിക്കുകയാണെങ്കിൽ, അതിനെ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഈ ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ ആരോഗ്യവും സമയവും ലാഭമല്ലേ? നിങ്ങളുടെ ഉത്തരം യേസോ ആവാം, നോ ആവാം. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് നഷ്ടപ്പെടാതെ നോക്കേണ്ടത് ആരോഗ്യവും സമയവുമാണ്. കാരണം വി കനോട്ട് മേക്ക് ഇറ്റ്. ആരോഗ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല, സമയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. നമുക്ക് എന്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ? സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വൺ ടൈം ഡെന്റിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മുൻകൂട്ടി സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണുക, സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് ചികിത്സിക്കുക എന്ന കൺസെപ്റ്റാണ് വൺ ടൈം ഡെന്റിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ആധാരം. ഈ ചോദ്യങ്ങൾക്ക് 5 ചോദ്യങ്ങൾക്കും നിങ്ങളുടെ ഉത്തരം, ആ ഉത്തരം നിങ്ങളുടെ ഉത്തരത്തിന്റെ എഫക്റ്റ് ആണ് വൺ ടൈം ഡെന്റിസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് മോർ ദാൻ ദാറ്റ്. വൺ ടൈം ഡെന്റിസ്റ്റ് കൺസെപ്റ്റ് ഈ 5 ചോദ്യങ്ങളുടെ നിങ്ങളുടെ ഉത്തരമാണ്. അപ്പോൾ താങ്ക് യു for watching my 4 videos. Thank you all. I am Dr. Ali. Bye.